വീട്ടിൽ നിന്ന് കാറുമായിട്ട് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക്. എങ്ങോട്ടേക്കാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടനാട് പോവാം. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് അല്ലേ സൂര്യകാന്തി തോട്ടം, തൃപ്പൂണിത്തുറയിലുള്ളത്. അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ആണുള്ളത്. പോകാം. പതിയെ നമ്മൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ എത്തും നിയർ ബൈ ലൊക്കേഷനിലേക്ക്. നേരിയ മഴക്കാറൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ബ്ലോക്കിന്റെ സമയവും തുടങ്ങി. പതിയെ നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറി. ആൾക്കാരെല്ലാം നേരത്തെ വീട്ടിലെത്താനുള്ള പരക്കം പറ്റില്ല. പതിയെ 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 ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. നേരെ ഇങ്ങോട്ട് നമ്മളിതാ ഇപ്പം എത്തും. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതൊക്കെ പോലെ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നുമില്ല. പക്ഷെ എങ്കിലും ഉണ്ട്. നമ്മൾ ആദ്യം കയറി ചെന്നപ്പോൾ 2 സൈഡിലും നിറയെ ജമന്തി പൂക്കളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അപ്പുറത്തെ സൈഡ് 2 സൈഡിലും നിറയെ കൃഷി, പയറ്, പടവലം, ഷമാമ, പീച്ചിങ്ങ, ഇങ്ങനെ വെണ്ടയ്ക്ക, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ കുറച്ച് ചീരയും. പിന്നെ അവിടെ നിന്ന് നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്തു. ഇത് കാണുന്ന ഈ സ്ഥലം ഫുള്ള് കൃഷിത്തോട്ടമാണ്. അവിടെ നമ്മൾ നേരെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. ഇതാണ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള സൂര്യകാന്തി. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേനും അതെല്ലാം വാടി തളർന്നു നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ കയറി നിന്നു. ഇതൊക്കെ ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളതുണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ അവിടെ നേരെ അടുത്ത സൈഡിലേക്ക് നീങ്ങി. നിറയെ പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1-2 പൂവൊക്കെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. എന്നെ കാണാനായിരിക്കും. അപ്പോഴാണ് ഏതോ ഒരു ചേട്ടൻ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നത്.